നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്കിനും അതിന് അപേക്ഷിച്ചപ്പോൾ കൊടുത്ത റിസർവേഷനും അനുസരിച്ച് ഇന്ത്യയിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളുടെ അവസാന വാക്കായ ജിപ്മർ പോണ്ടിച്ചേരിയിലെ BSc നേഴ്സിങ്ങിനും മറ്റ് 11 അലൈഡ് കോഴ്സുകൾക്കും ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു. നീറ്റ് 2024 മാർക്ക് അനുസരിച്ച് ലഭിക്കുന്ന MBBSനും BDSനും ഒക്കെ അപ്പുറത്ത് ജിപ്മർ പോലെയുള്ളൊരു പ്രൊഫഷണൽ സ്ഥാപനത്തിൽ പ്രവേശനം നേടുക എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിയുടെയും അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെയും സ്വപ്നമാണ്. BSc നേഴ്സിങ്ങിന് നീറ്റ് വെച്ചിട്ട് കിട്ടുന്ന സീറ്റുകളിൽ ഓൾ ഇന്ത്യ കോട്ട വഴി കിട്ടുന്ന സീറ്റ് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ജിപ്മറിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമായിട്ടുള്ള BSc നേഴ്സിംഗ് പ്രോഗ്രാം. അതിൻ്റെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു. jipmar.edu.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഒക്ടോബർ 24 വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സമയം. അതിനുശേഷം എലിജിബിൾ ലിസ്റ്റ് ആർക്കൊക്കെയാണ് ഈ കിട്ടാൻ സാധ്യതയുള്ളതെന്നുള്ള എലിജിബിൾ ലിസ്റ്റ് ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ആ വിദ്യാർത്ഥികൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് കൗൺസിലിങ്ങിനായി ജിപ്മർ പോണ്ടിച്ചേരിയിൽ നേരിട്ട് ഹാജരാവുകയും ചെയ്യണം. വിശദമായ പ്രോസ്പെക്ടസിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് MBBSനും അതുപോലെ മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാമുകൾക്കുമൊക്കെ റിസർച്ചിൻ്റെയൊക്കെ മേഖലയിൽ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സദേൺ റീജിയണിൽ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനമാണ് ജിപ്മർ. 2024-25 അധ്യയന വർഷത്തിലെ BSc നേഴ്സിങ്ങും അതുപോലെ 11 BSc അലൈഡ് കോഴ്സുകൾക്കുമുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഒക്ടോബർ 24 വരെ jipmar.edu.in എന്ന സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഒക്ടോബർ 3 ആരംഭിച്ച ആപ്ലിക്കേഷൻ 24 വൈകുന്നേരം 4 മണിക്ക് ഓൺലൈൻ പോർട്ടൽ ക്ലോസ് ആകും. ഏതാണ്ട് നവംബർ 8 കൂടി എലിജിബിൾ ലിസ്റ്റ് ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം കൗൺസിലിങ്ങിനും അഡ്മിഷൻ പ്രൊസീജിയറിനായിട്ട് നേരിട്ട് കോളേജിൽ ഹാജരാവുകയും ചെയ്യണം. നീറ്റിന് ലഭിക്കുന്ന റാങ്കിൻ്റെയും അതുപോലെ തന്നെ റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവേശനം. ഈ 2024-25 അധ്യയന വർഷത്തെ റെഗുലർ ക്ലാസ്സുകൾ നവംബർ 25 ആയിരിക്കും ആരംഭിക്കുന്നത്. നമുക്ക് ജിപ്മറിലെ ഏതൊക്കെ കോഴ്സുകൾക്കാണ് പ്രവേശന സാധ്യതകൾ നിലനിൽക്കുന്നതെന്നുള്ളത് നോക്കാം. BSc നേഴ്സിങ്ങും BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളുമാണ് നമുക്ക് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. BSc നേഴ്സിംഗ് അല്ലാതെ BSc അലൈഡ് കോഴ്സുകളായിട്ടുള്ള 11 കോഴ്സുകൾ ബാച്ചലർ ഓഫ് മെഡിക്കൽ ലാബറട്ടറി സയൻസ് BMLS എന്നാണ് പറയുന്നത്. അതുപോലെ അനസ്തേഷ്യ, ഒപ്റ്റോമെട്രി, കാർഡിയക് ലാബറട്ടറി, ഡയാലിസിസ് തെറാപ്പി, മെഡിക്കൽ ലാബറട്ടറി ടെക്നോളജി, അതുപോലെ തന്നെ മെഡിക്കൽ റേഡിയോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി ആൻഡ് റേഡിയോ തെറാപ്പി. ഇതിനെല്ലാം നമുക്കറിയാം വളരെ സീറ്റുകൾ കുറവാണ്. പക്ഷേ BSc നേഴ്സിങ്ങിന് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേക വിഭാഗത്തിൽ സീറ്റുകൾ അനുവദിക്കും. മൊത്തത്തിൽ എല്ലാ റിസർവേഷനുകളും ഉൾപ്പെടെ 85 സീറ്റുകളാണ് BSc നേഴ്സിങ്ങിന് പെൺകുട്ടികൾക്കായിട്ടുള്ളത്. ആൺകുട്ടികൾക്ക് 9 സീറ്റുകളും. ബാക്കിയുള്ള അലൈഡ് കോഴ്സുകൾ എല്ലാമായിട്ട് 87 സീറ്റുകളുണ്ട്. അതിൽ ബാച്ചലർ ഓഫ് മെഡിക്കൽ ലാബറട്ടറി സയൻസിന് 37 സീറ്റുകളും ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമിനും 5 സീറ്റുകൾ വീതം മൊത്തം 181 സീറ്റുകളിലേക്കായിരിക്കും പ്രവേശനം നടക്കുന്നത്. നീറ്റ് 2024 പ്രോസ്പെക്ടസ് പ്രകാരമുള്ള എല്ലാ റിസർവേഷനുകളും അനുസരിച്ചായിരിക്കും പ്രവേശനങ്ങൾ നടക്കുന്നത്. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ അതുപോലെ തന്നെ തഹസീൽദാരെന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് OBC വിഭാഗത്തിൽ സീറ്റിന് അർഹതയുണ്ടാകും. EWS വിഭാഗത്തിൽ അർഹതയുണ്ടാകും. SC/ST വിഭാഗത്തിൽ അർഹതയുണ്ടാകും. ഒപ്പം പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി 40% മുകളിൽ ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ ആ വിഭാഗത്തിലും പ്രവേശനത്തിന് അപേക്ഷകൾ സമർപ്പിക്കാം. ഓൺലൈനായിട്ട് ഒക്ടോബർ 24 അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യ രജിസ്ട്രേഷൻ നടപടികൾ, അതിനുശേഷം ഫോട്ടോ ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നു. ഫൈനലൈസ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. രജിസ്ട്രേഷൻ പ്രോസസ്സും നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യുന്നതിനകത്ത് കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, നീറ്റിന് ലഭിച്ച സ്കോർ കാർഡ് 2024 ജൂലൈ 27 റിവൈസ്ഡ് സ്കോർ കാർഡാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതോടൊപ്പം നമ്മൾ ഏതെങ്കിലും റിസർവേഷൻ അനുസരിച്ചാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും ഓൺലൈനായിട്ടുള്ളതോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടുള്ളതോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ
കാൻഡിഡേറ്റിൻ്റെ പേര് അല്ലെങ്കിൽ നീറ്റിൻ്റെ സ്കോറ്, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനോ ഇമെയിൽ അയച്ച് കറക്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ തന്നിട്ടില്ല. പകരം ഫ്രഷായിട്ട് ഒരു ആപ്ലിക്കേഷനും കൂടെ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഏറ്റവും അവസാനം സേവ് ആയിട്ടിരിക്കുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയിരിക്കും ജിപ്മറിന് പരിഗണിക്കുക. എലിജിബിൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അൺറിസർവ്ഡ് കാറ്റഗറി ആയിട്ടും അതുപോലെ OBC കാറ്റഗറി ആയിട്ട്, EWS കാറ്റഗറി ആയിട്ട്, SC/ST ലിസ്റ്റായിട്ട്, PWD, പിന്നെ പോണ്ടിച്ചേരി റെസിഡൻറ്റിനായിട്ടുള്ള സീറ്റുകളിലും സെപ്പറേറ്റ് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. കൗൺസിലിങ്ങിനും അഡ്മിഷൻ പ്രൊസീജിയറിനുമായിട്ട് നവംബർ 8-ാം തീയതിക്ക് ശേഷം ജിപ്മർ പോണ്ടിച്ചേരിയിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലുകളും അതുപോലെ 3 സെറ്റ് ഓഫ് ഫോട്ടോ കോപ്പികളുമാണ് ആവശ്യമുള്ളത്. അതുപോലെ 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. വാലിഡ് ഫോട്ടോ ID പ്രൂഫ്, ആധാറോ അല്ലെങ്കിൽ പാസ്പോർട്ട്, അതുപോലെ ഏതെങ്കിലും ഒരു വാലിഡ് ID പ്രൂഫ്, നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, നീറ്റിൻ്റെ റിസൾട്ട് ലെറ്റർ, ജിപ്മറിൻ്റെ ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, നമ്മുടെ ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് മതിയാകും. പിന്നെ പാസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ്, അതുപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മൾ റിസർവേഷൻ അനുസരിച്ചുള്ളതാണെങ്കിൽ അതിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഉണ്ടായിരിക്കണം. നമുക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് എയിംസും ജിപ്മറും. ഇവിടുത്തെ BSc നേഴ്സിങ്ങിനും അലൈഡ് കോഴ്സുകൾക്കും ഒക്കെ നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പഠിക്കാമെന്നുള്ളതും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. BSc പ്രോഗ്രാമുകൾക്ക് ഏതാണ്ട് എല്ലാ ഫീസുകളും ഉൾപ്പെടെ 11,410 ടോട്ടൽ നമുക്ക് ചിലവുകൾ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ജിപ്മറിലെ BSc നേഴ്സിങ്ങിനും അലൈഡ് കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യുകയും എലിജിബിൾ ലിസ്റ്റിൽ പേര് വരികയും കൗൺസിലിംഗ് പ്രൊസീജിയറിനായിട്ട് കോളേജുകളിൽ ചെന്ന് അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചില കുട്ടികളെങ്കിലും മറ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി മാറുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെറിയൊരു എമൗണ്ട് പെനാൽറ്റി ആയിട്ട് അവർ മേടിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം കൊണ്ട് കൊടുത്ത് ആ പേയ്മെൻ്റ് എല്ലാം അടച്ച് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനൽ അലോട്ട്മെൻറ്റിന് മുമ്പായി, ഫൈനൽ കൗൺസിലിങ്ങിന് മുമ്പായി നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 10,000 rupees നമ്മൾ പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടതായി വരും. നമ്മൾ ഫസ്റ്റ് അക്കാഡമിക് ഇയറിൽ കൗൺസിലിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, ഫസ്റ്റ് അക്കാഡമിക് ഇയറിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ 25,000 rupees, സെക്കൻഡ് അക്കാഡമിക് ഇയറിലാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ 50,000 rupees നമ്മൾ പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടതായി വരും. OBC, EWS, SC/ST വിഭാഗത്തിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് ഈ ബ്രോഷറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് ലഭിക്കുന്ന ഓൺലൈനായിട്ടുള്ളതോ ഓഫ്ലൈൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളോ കൗൺസിലിങ്ങിനായിട്ട് ഹാജരാക്കാം. നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച മെഡിക്കൽ പ്രൊഫഷണൽ ഒരു സ്ഥാപനത്തിൽ പ്രവേശനം നേടാനുള്ള ഒരു അവസരമാണ് jipmar.edu.in എന്ന വെബ്സൈറ്റ് വഴി ഒക്ടോബർ 24-ാം തീയതിക്കുള്ളിൽ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.